side of your pride. I wish you'd hear me say, the distance between us finds us falling apart. I swear I'll find you again, the same as I was. I'm falling right back into your arms, losing myself in you. All my mistakes are crawling right back into my mind. Colors of life, they wither away. Re ga re ga ma ga re sa re ga re ga re ga re ga ma ga re sa re ga re. The darkest of nights can blind us, but I won't lose sight. Dreams and visions are what keep us alive. Out of bound, your warmth, it rushes through my veins. I'll find you again, the same as I was. I'm falling right back into your arms, losing myself in you. All my mistakes are crawling right back into my mind. Re ga ma ga re sa re ga re pa ma ga re sa re ga re. As long as we are together, there's nothing we can't do. So stay close to me, and I'll stay there too. There's some things that I can do without, but something's not you. Oh,
to this feeling that I'm feeling, and I can't believe that your love has come to me. And forever I'll hold on to, I'm gonna hold on to you. And I won't look back to things in the past, 'cause I know that I found forever in the love that we have. And all I see and all that I did could never come close to the feeling that I get from you. Oh, never gonna let you go.
പുരാതനമായി തുടരുന്നതുമായ ജ്ഞാനായ സമുദായത്തിൻ്റെ തനിമയിലും പാരമ്പര്യത്തിലുമുള്ള ചന്തം ചാർത്ത് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ജ്ഞാനായ സമൂഹത്തെ പറ്റി പറയുമ്പോൾ AD 345 7 ഇല്ലങ്ങളിലെ 72 കുടുംബങ്ങളിൽ നിന്നായി 400 കുടുംബാംഗങ്ങൾ ദക്ഷിണ മെസപ്പൊട്ടോമിയയിൽ നിന്നും തോമാസ് ലീഗ സ്നാനപ്പെടുത്തി പരിപോഷിപ്പിച്ചു പോകുന്ന കേരളത്തിലെ ജനതയ്ക്ക് ആധ്യാത്മിക ദർശനങ്ങളും ആത്മീയ പിന്തുണയും നൽകുന്നതിനായി വാണിജ്യ പ്രേക്ഷിത പ്രഭുവായ പിനായി തോമായ്ക്ക് ഉറഹമാർ യോസഫിനുമൊപ്പം കൊടുങ്ങല്ലൂരിൽ കുടിയേറിയ 400ഓളം യഹൂദ ക്രിസ്ത്യാനികളുടെ സന്തതി പരമ്പര കോട്ടയം രൂപതയുടെ കീഴിൽ കേരളമാകെ ലോകത്തൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്നു. വിശ്വാസത്തിനും വിശുദ്ധിയിലും വംശശുദ്ധിയിലും ഉറച്ചു നിൽക്കുന്ന ജ്ഞാനായ സമുദായത്തിന്റെ തനിമയിലും പാരമ്പര്യത്തിലുമുള്ള ചന്തം ചാർത്ത് ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ചന്തം ചാർത്തുക എന്ന വാക്കിന്റെ അർത്ഥം ഭംഗി വരുത്തുക എന്നാണ്. ബാല്യ വിവാഹം നടന്നിരുന്ന കാലത്ത് കല്യാണ ചെറുക്കനെ ആദ്യമായി മുഖക്ഷൗരം ചേരുന്നത് വിവാഹം തലേന്നാണ്. മുഖക്ഷൗരത്തിന് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പദമാണിത്. രാജവംശത്തിൽപ്പെട്ട ജ്ഞാനായക്കാർ ഈ വാക്ക് ഇന്നും ഉപയോഗിച്ചു പോയിരുന്നു. സാധാരണയായി വിവാഹ തലേന്ന് കല്യാണ ചെറുക്കന്റെ വീട്ടിൽ നടക്കുന്ന മനോഹരമായ ചടങ്ങാണിത്. കല്യാണ ചെറുക്കനെ ചന്തം ചാർത്തി അല്ലെങ്കിൽ സുന്ദരനാക്കി മണവാൾ ചെറുക്കനാക്കുന്ന ഈ മനോഹരമായ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിനുമുമ്പായി ജോയലിന്റെ മാതാപിതാക്കളെ അവർക്കായുള്ള സീറ്റിലേക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം വയനാട്ടിൽ നിന്നും നീനുവിൻ്റെ കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. നീനുവിൻ്റെ മാതാപിതാക്കളെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുന്നു. നീനുവിൻ്റെ മാതാപിതാക്കളും വേദിയിലേക്ക് കടന്നു വരിക. ആദ്യമായി ചെറുക്കന് ഇരിക്കാനുള്ള പീഠം സഹോദരിമാർ തയ്യാറാക്കുന്നു. പീഠം തയ്യാറാക്കുന്നതിനായി പായ വിരിക്കുവാൻ മരിയായെ ക്ലാരയെ ക്ഷണിക്കുന്നു. പായ്ക്ക് മേലെ പുരണ്ടി വയ്ക്കുന്നു ലിസി. വെള്ള വിരിക്കുന്നതിനായി ജൂലിയെ നികിതയെ ക്ഷണിക്കുന്നു. വിശുദ്ധിയുടെ പര്യായമായ വെള്ള വിരിക്കുന്നതിനായി അവകാശികളായ ജൂലിയെ നികിതയെ ക്ഷണിക്കുന്നു. ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദീപം കൊണ്ടുവരുന്നു അൽഫോൻസ്. ജ്ഞാനായ പാരമ്പര്യമനുസരിച്ച് കോൽവിളക്കാണ് കൊണ്ടുവരിക. കത്തിച്ച കോൽവിളക്ക് വേദിയിൽ സജ്ജീകരിക്കുന്നു അൽഫോൻസ്. ചെറുക്കനെ ചന്തം ചേർത്തുനിന്നുള്ള എണ്ണയും വെള്ളവും കൊണ്ടുവരുന്നു ക്രിസ്ത്യൻ മെർലിനിൽ ചേർന്നു. പീഠം തയ്യാറായി. അളിയൻ ചെറുക്കനെ വേദിയിലേക്ക് ആനയിക്കുന്ന ചടങ്ങാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് ജോയലിനെ വേദിയിലേക്ക് സ്വീകരിക്കാം. നന്മയായാലൊന്ന് തുടങ്ങുന്നു, നന്നായി വരേണമേ.
ഓമൻ നന്മയാലൊന്ന് തുടങ്ങുന്നു നന്നായി വരണമേ ഇന്ന്. നന്ദീശനായനും നല്ലി വന്നിട്ട് കർപ്പൂര പന്തേലകമേ ചെറുക്കനെ കണ്ടവരെല്ലാരും ചൊല്ലുന്നു കുലകീലിവണം തോരില്ല. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ഭൂമിയിൽ സമ്പന്നർക്ക് സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവിന് യോഗ്യമാം വിധം ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. ഭർത്താക്കന്മാരെ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കുവിൻ, അവരോട് നിർദ്ദയമായി പെരുമാറരുത്. കുട്ടികളെ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, ഇത് കർത്താവിന് പ്രീതികരമത്രേ. പിതാക്കന്മാരെ, നിങ്ങളുടെ കുട്ടികളെ പ്രകോപിപ്പിക്കരുത്, പ്രകോപിപ്പിച്ചാൽ അവർ നിരുന്മേഷരാകും. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, വിവാഹത്തിനായി ഒരുങ്ങുന്ന അങ്ങയുടെ ദാസൻ ജോയലിനെ ആന്തരിക സൗന്ദര്യത്താലും സേവന സന്നദ്ധതയാലും സമ്പന്നമാക്കണമേ. നല്ല ഭർത്താവും നല്ല പിതാവുമായി നിന്റെ ഈ ദാസനെ രൂപപ്പെടുത്തണമേ. സഭയെയും സമുദായത്തെയും കുടുംബത്തെയും രാഷ്ട്രത്തെയും സ്നേഹിച്ച് അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ പുത്രനെ യോഗ്യനാക്കണമേ. അമ്മേ മാതാവേ, ഈ പുത്രന് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവുമുതൽ വിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ചെറുക്കനെ സ്വന്തം ചാർത്തുന്നതിനായി പരികർമ്മിയെ ക്ഷണിച്ചുകൊള്ളുന്നു. നല്ലൊരു കൈയോട് കൂടി നമുക്ക് അതായത് വേദിയിലേക്ക് സ്വീകരിക്കാം. ചന്തം ചാർത്ത് ഈ വേദിയിൽ നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാന്യ സദസ്സിന്റെ അനുവാദം ചോദിച്ചുകൊള്ളുന്നു. 17 പരീക്ഷയ്ക്ക് മേലുള്ള മാളോറച്ചന്മാരോടൊക്കെ ചോദിക്കുന്നു, ചെറുക്കനെ ചന്തം ചേർത്തട്ടെ. പേരെന്താണ്? നമ്മുടെ ജോയൽ കൊച്ചാനരെ ചന്തം ചേർത്തട്ടെ. ബഹുമാന്യ സദസ്സിൽ ഇരിക്കുന്നവരും നിൽക്കുന്നവരുമായിട്ടുള്ള എല്ലാ കൊച്ചാനാരുമാരോടും എല്ലാ വല്യാനാരുമാരോടുമായിട്ട് ചോദിക്കുകയാണ്, ചെറുക്കനെ ചന്തം ചേർത്തട്ടെ. ചോദിച്ചത്
ജോയൽ കൊച്ചാനവരെ എണ്ണ തേപ്പിക്കട്ടെ. വിശിഷ്ട സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ എല്ലാ വല്യാനാരുമാരോടും എല്ലാ കൊച്ചാനാരുമാരോടും വിശേഷാൽ ചെറുക്കന്റെ അമ്മ അച്ഛന്മാരോടും എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, മണവാള ചെറുക്കനെ എണ്ണ തേപ്പിക്കട്ടെ. നല്ലൂരോ ശീലം കണ്ണിൽ നഗരിൽ മരമുത്തുവിളയുന്ന നാട്ടിലെ പോലെ നിൽക്കുന്ന മന്നന മാർഗത്തിൽ ഒട്ടും കുറവില്ല മന്നന വിരിച്ചൂടനുവാദവും വാങ്ങി അതുകൊണ്ട് കുലങ്ങളിൽ അമ്മങ്ങൾ കൊടുത്ത് പല കൂട്ടം കസോലിക്ക പദവികൾ കൊടുത്ത് ശുദ്ധമാണ് കസോലിക്ക മാത്രമാൻ വഴിക്കല്ല. കൊച്ചി
മണവാള ചെറുക്കനെ കുളിപ്പിക്കാനായി കൊണ്ടുപോകുന്നു. ക്നാനക്കാർ തങ്ങളുടെ സമൂഹത്തിലെ ഇതര മതസ്ഥരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവരാണ്. ഇന്നത്തെ ചടങ്ങിന് കടന്നു വന്ന പരികർമ്മിക്ക് തൻ്റെ അവകാശം നൽകുന്നതിനായി കുടുംബത്തെയും അത് സ്വീകരിക്കുന്നതിനായി പരികർമ്മിയെ ക്ഷണിക്കുന്നു. അളിയൻ ചെറുക്കനെ കുളിപ്പിച്ച് പുതു വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വീണ്ടും പീഠത്തിലേക്ക് കൊണ്ടുവരും.
ഇച്ചപ്പാട് കൊടുക്കുന്ന ചടങ്ങാണ് അടുത്തതായി. ഇച്ചപ്പാട് കൊടുക്കുന്നതിന് ആവശ്യമായ കിണ്ടിയും കോളാമ്പിയും പീഠത്തിൽ സജ്ജീകരിക്കുന്നു. ഇച്ചപ്പാട് പീഠത്തിൽ വയ്ക്കുന്നു. ആഗ്നസ് ഇച്ചപ്പാട് കൊടുക്കുന്നതിനായി ജോയലിന്റെ അപ്പാപ്പനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. കത്രിക കൂട്ടിട്ട് തലയിൽ കെട്ടി സദസ്സിനോട് 3 പ്രാവശ്യം ചോദിച്ച് അനുവാദം വാങ്ങിയ ശേഷമാണ് ഇച്ചപ്പാട് കൊടുക്കുക. ജ്ഞാനായ പാരമ്പര്യമനുസരിച്ച് തലയിൽ കെട്ടി തന്നെയാണ് ഇച്ചപ്പാട് കൊടുക്കേണ്ടത്. അപ്പൊ അവർ നല്ലൊരു കയ്യിൽ കൊടുക്കുക. മണവാളിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. ജോയലിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. ജോസിന്റെയും മകൻ ജോയലിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ.
തോരോരക്കൂടെ എടുത്തു മാനം തൊട്ട് മുറിക്ക് നടക്കണത് ആരാണ് നാളെന്താ വരും തന്ന തീരകളാണ് ചമ്മാനം പാടണ തോറയേറെ അങ്ങേ കടലിൽ പണ്ടിയുറങ്ങ മൂപ്പർ പോണതാണ് അത്തിക്കടത്തോടെ തോരോരക്കൂടെ എടുത്തു മാനം തൊട്ട് മുറിക്ക് നടക്കണ ആരാണ്
എന്റെ മോളെ